ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വയനാട്ടിൽ ടൂറിസം ഇങ്ങനെ ഒരുപാട് ഡെവലപ്പ് ആവുന്നതുകൊണ്ട് ഒരുപാട് റിസോർട്ടും ഹോം സ്റ്റേസും പല ടൈപ്പ് പല രീതിയിൽ വരുന്നുണ്ട്. അതായത് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ടൈപ്പ് സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതി അത്രയും വെറൈറ്റി ഓപ്ഷൻസ് ഇപ്പോൾ വയനാട്ടിലുണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം, വയനാട്ടിലുള്ളത്ര എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂളുള്ള പ്രോപ്പർട്ടീസ് വേറെ എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് താമസിക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ പാർക്കിംഗ് ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലേക്ക് കയറുന്ന വഴി. നല്ല രസമല്ലേ കാണാനായിട്ട്? ഫുള്ള് മരങ്ങളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലേക്ക് നല്ല വ്യൂ കിട്ടും. ഫുൾ ഗ്രീനറിയാണേ, കണ്ടോ? നല്ല പുല്ലൊക്കെ പതിപ്പിച്ച് ഫുള്ള് നല്ല ഗ്രീനറി ആക്കിയിട്ടുണ്ട്. അതായത് ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നെങ്കിലും തീരെ വെയിലടിക്കത്തില്ല നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് നമ്മുടെ പൂള് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയ വരുന്നത്. ഈ അടുത്തുള്ളൊക്കെ പുതിയ വർക്ക് എടുക്കുന്ന റിസോർട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടുത്തെ ഫസ്റ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാം. ഈ ഒരു വർക്ക് തന്നെ കാണാനായിട്ട് നല്ല ഡ്രസ്സല്ലേ? അതായത് ഒരു സിംഗിൾ ഗ്ലാസ് ഇടുന്നതിനെക്കാട്ടിയും സേഫാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചുറ്റും കാടാട്ടോ, ശരിക്കും ഫുള്ള് മരങ്ങളാണ്, കണ്ടോ? നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. രാത്രിക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഈ ഒരു ശരിയാണ് കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത്യാവശ്യം 6-6.25 ബെഡാണ്, കിങ് സൈസ് ബെഡാണ്. അതായത് ഒരു 3 പേർക്ക് സുഖമായിട്ട് എടുക്കാം. പിന്നെ ഇവിടെ ലിമിറ്റഡ് ആയിട്ടാണ് ഇവർ ഫർണിച്ചർ ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഓവർ ഫർണിച്ചർ കുത്തി നിറച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ സ്പേസ് നഷ്ടപ്പെടും. ഇപ്പോൾ ഇതുണ്ടോ, ലൈറ്റിങ്ങും ഒരു ഫോട്ടോ ഫ്രെയിമും നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു മിറർ, ഇത് ഭയങ്കര രസമായിട്ടുണ്ട് മിറർ കാണാനായിട്ട്. പിന്നെ നമുക്ക് ബാത്റൂമിലേക്ക് പോകുന്ന ഏരിയ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏരിയ. ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ഇതുണ്ടോ ബാത്റൂമിൻ്റെ വലിപ്പം കണ്ടോ? നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല സ്പേഷ്യസ് ആണ്. നമ്മുടെ ടർക്കി വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹീറ്റർ, വൈഫൈ എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. പൂള് ഞാൻ കാണിച്ചു തരാം. പൂള് താഴെയാണ്. എനിക്ക് ഇവരുടെ ഈ ഗ്ലാസിൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമുക്ക് അറ്റ് എ ടൈം എത്ര പേർക്ക് വരെ സ്റ്റേ ചെയ്യാം? 15 പേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാം അല്ലേ? നമ്മളങ്ങനെ ബാച്ചിലേഴ്സ് ഒക്കെ എടുക്കില്ലേ? ഇല്ല, ഫാമിലി. കപ്പിൾ, ലേഡീസ് ഓൺലി. ഓക്കെ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യും. ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫാമിലിനെയാണ്. അപ്പം നിങ്ങൾക്ക് വളരെ സേഫായിട്ട് വന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ. ഇതൊക്കെ അടുത്ത് ഓരോ റിസോർട്ട് പണിയെടുക്കുന്നതാണേ. നമുക്ക് ഇവിടെ എത്ര റൂമാ? ഇവിടെ 2 റൂം, മൊത്തം 4 റൂം നമുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു കഫേ ലുക്കായിട്ടുണ്ടല്ലോ. സൈഡിൽ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം. സൂപ്പർ. ഇവിടെ ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഈ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഹാൻഡിക് ലുക്ക്. ഇതുണ്ടോ, നൈസായിട്ടുണ്ടല്ലോ. ഇവിടെ അടിപൊളി ഒരു സോഫ. ഇവിടെ വലിയൊരു TV. എനിക്ക് വേണം 50-55 TV വരുന്നുണ്ട്. വൈഫൈ കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. കിടിലം വലുപ്പാട്ടോ റൂമിന്. അടിപൊളി. ഒന്നും പറയാനില്ല. ഫുള്ള് ഗ്ലാസ് ആണേ. ഇവരുടെ ഈ കളർ കോമ്പിനേഷൻ കണ്ടോ, എന്ത് രസമാണ്. നമ്മളൊരു പഴയൊരു കൊട്ടാരത്തിലൊക്കെ പോയൊരു ഫീല്. അടിപൊളി. ബാത്റൂമും അതെ. അത് ഈ ബാത്റൂമിൻ്റെയൊക്കെ ഈ ഒരു ടൈലൊക്കെ ഉണ്ടോ, ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. മിററ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ബാത്റൂം ഒരു മീഡിയം സൈസാണ്, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതാണ് നമ്മുടെ ഇവിടുന്ന് ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം.
രാവിലെയൊക്കെ ഫുള്ള് അടിപൊളി കിട്ടും, നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട്. ഇത് ഇവിടെ ടോപ്പിൽ വരുന്ന രണ്ടാമത്തെ റൂം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിവിടെ മുകളിലത്തെ രണ്ടാമത്തെ റൂമാട്ടോ. ഓ, ഇതൊരു ഹണിമൂൺ സ്യൂട്ട് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. ഈ ചെറിയ ഈ എംബ്രോയ്ഡറി വർക്കൊക്കെ കണ്ടോ, നല്ല ഡ്രസ്സല്ലേ കാണാനായിട്ട്. ഇങ്ങനെയൊന്നും എവിടെയും കണ്ടിട്ടില്ല. 2 ചെറിയ ഫാന്, അതങ്ങനെ ഇവിടുത്തെ ഈ ഇത് വരുന്നുണ്ടാ, നല്ല രസമല്ലേ ഇവിടുത്തെ ഈ ചെയർ, ഒരു ഇരിക്കുന്ന ഒരു ദീപാങ്കോട്ട് പോലത്തെ കണ്ടോ. ഇവിടുത്തെ മിററ്, ഈ ഫോട്ടോ ഫ്രെയിംസ്, ഭയങ്കര ഒരു ക്ലാസി, ഒരു നമ്മളൊരു പുറത്തൊക്കെ ആണല്ലോ ഒരു അങ്ങനത്തെ ഒരു ലുക്ക് ഫുള്ള്. ഇതിൻ്റെ ബാൽക്കണി നല്ല ഓപ്പൺ വ്യൂ ആട്ടോ നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ, ഇതിൻ്റെ പ്രൈവറ്റ് ബാൽക്കണിയാണ്. നമ്മളിവിടെ ഫുൾ പ്രോപ്പർട്ടി അല്ലാണ്ട് റൂമായിട്ട് കൊടുക്കൂലേ? നിങ്ങൾക്ക് ഹണിമൂണൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കപ്പിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ റൂമൊക്കെ എടുക്കാൻ അടിപൊളി ആംബിയൻസ് ആയിരിക്കും കേട്ടോ. കിഡിലെ റൂമാണ്. ഇതിൻ്റെ ബാത്റൂം. ഇതിൽ ടബുണ്ട്. ഇവിടെ ടബ് വരുന്നുണ്ട്. ഈ കേട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ കണ്ടുകൊണ്ട് ടബിൽ കിടക്കാം. പിന്നെ ഇവിടെ ബാത്റൂം, ഷവർ ഏരിയ. ടബ് വരുന്നതുകൊണ്ട് ഷവർ ഏരിയ അവിടെ തന്നെ വരും അല്ലേ? ഇവിടെ തന്നെ ഷവർ ഏരിയ വരും. ഇവിടെ ഒരു വാഷ് ബേസിൻ. ഇവരുടെ മിറർ അടിപൊളി കേട്ടോ. പിന്നെ ഇവരുടെ ഒരു ടൈലിൻ്റെ കളർ കോമ്പിനേഷൻ. ബാത്റൂമിൽ ഒരു ആംബിയൻ ലൈറ്റിങ് കൊടുത്തേക്കുന്നത് കിടിലോ കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആക്കി, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആക്കി ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഫുഡ് കഴിക്കാൻ ഏറ്റവും റൂഫ് ടോപ്പിലൊരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അയച്ചു തരാം. ഇത്രയും സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ നമുക്ക് രാത്രി നിങ്ങൾ 10-15 പേരോടെ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഫുള്ള് ബൊഫെ സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ചുറ്റും കാടാണ്, ഫുള്ള് ഗ്രീനറി. ഈ രാത്രി ഇവിടുത്തെ ഈ ആംബിയൻ ലൈറ്റിങ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്, ഒന്നും പറയാനില്ല. ഇവിടെ രാവിലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് പറയാം. മാനിനെയൊക്കെ ഇവിടെ സുഖമായിട്ട് രാവിലെയൊക്കെ സ്പോട്ട് ചെയ്യാം. കാരണം അങ്ങോട്ടൊക്കെ ഫുള്ള് കാടാട്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇനി ഞങ്ങൾക്ക് പൂളും കൂടി കാണിച്ചു തരാം. നല്ല പ്രോപ്പർട്ടി കേട്ടോ. സാധാരണ ഒരു പ്രോപ്പർട്ടിയിൽ കാണുന്ന പോലെയല്ല. ഇവർ റൂമൊക്കെ ചെയ്തേക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതായത് നമ്മളൊരു ഹാൻഡിക് ലുക്ക്, പക്ഷെ എന്നാൽ ഭയങ്കര ക്ലാസി ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. കളർ തീമാണെങ്കിൽ എന്തിനൊരു ടൈലൊരു ഫോട്ടോ ഫ്രെയിം, ഡീറ്റെയിലിങ് അതിഗംഭീരമാണ്. അല്ല, സ്റ്റെപ്പ് കയറിയാലും കിട്ടുന്ന വ്യൂ അടിപൊളിയാണല്ലോ. അപ്പൊ പിന്നെ അല്ല, കാരണം ആംബിയൻസ് ഒരു സ്ഥലം നിങ്ങൾ വെറുതെ ഒഴിച്ചിട്ടില്ലല്ലോ വൃത്തിയില്ലാണ്ട്. അത് ഈ പ്രോപ്പർട്ടീൻ്റെ ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് കേട്ടോ. അതായത് ഒരു ചെറിയൊരു ഏരിയ പോലും അവരൊന്നും ചെയ്യാണ്ട് വെറുതെ ചെയ്തിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരു പൂള് വരുന്നത്. നിങ്ങൾക്കറിയാം, ഇത്ര ഹൈറ്റിൽ ആണ് ഒരു പൂള് ചെയ്തേക്കുന്നത്. മാക്സിമം പൂളിന് എത്ര സൈസ് കൊടുക്കാൻ പറ്റുമോ അത്രയും സൈസിലാണ് ഒരു പൂള് ചെയ്തേക്കുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത സൈസ് കേട്ടോ പൂള്. ഡെപ്ത് ഉണ്ടെന്നുള്ളൂ. എത്ര 5.5 4.5 അടി ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ചെസ്റ്റ് അല്ലേ, നമ്മുടെ ചെസ്റ്റിനുള്ള ഇൻഫിനിറ്റി പൂളാണ്. അതെ, ഇൻഫിനിറ്റി ആണ്. അതാ പറഞ്ഞപ്പോൾ കണ്ടോ, ഇൻഫിനിറ്റി പൂൾ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ. രാവിലെയൊക്കെ പൂളിൽ ഇറങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് പൂളിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ പൂളിൻ്റെ കോമൺ വാഷ്റൂം വരുന്നുണ്ട്. ഫെസിലിറ്റീസ് വെച്ചേക്കുമ്പോൾ എല്ലാം ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ലേ അല്ലേ? നിങ്ങൾക്ക് എത്തിപ്പെടാണെന്നൊരു കുഴപ്പമില്ല. ഇവിടെ നല്ല റോഡാണ്. വൈത്തിരിയിലെ വയനാട് റിസോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, അല്ലെങ്കിൽ കപ്പിൾസായിട്ട് ഹണിമൂണൊക്കെ വരുന്നവർക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുമെന്നാൽ നല്ല വ്യൂവും കാര്യങ്ങളും ആസ്വദിക്കുക. സ്വിമ്മിംഗ് പൂളുണ്ട്, എന്തിന് ടബ് വരെ ഉണ്ട്. അപ്പോൾ ഫാമിലീസിന് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന് എന്നിൽ കൊടുക്കുന്ന കേട്ടോ.
അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതായിരിക്കും ബൈ.